ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുകയാണ് കേട്ടോ. ആദ്യമേ അങ്ങനെ നമ്മുടെ സീരിയലിലാണെങ്കിൽ അനാമിക നയനയുടെ വീട്ടിൽ പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനിയും അനാമികയും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ്. അനിയോട് പറയുന്നുണ്ട്, നീ നന്ദുവിനെ കാണാൻ തന്നെയല്ലേ പോയത്? ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടും എന്നെ ഇങ്ങോട്ട് നീ കൂട്ടിക്കൊണ്ട് വന്നത് മനസ്സാലൊന്നും അല്ലല്ലേ എന്ന് പറയുമ്പോൾ അനി പറയാം, സത്യം പറയാലോ അനാമിക, എനിക്ക് നിന്നെ മനസ്സാലെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ അനാമിക പറയാം, അല്ലേലും അങ്ങനെ ഉണ്ടാവുള്ളൂ, നീ അവളെ കാണാൻ തുടരെ അവിടെ പോകുന്നു, നിൻ്റെ ചേച്ചിയെ കാണാനാണെന്നും പറഞ്ഞ് നയനേടത്തി എത്ര കാണാൻ എന്താ, അവൾ സുഖിക്കാനല്ലേ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്, എന്നിട്ട് വീണ്ടും നീ അവളെ കാണാൻ വേണ്ടി പോവാണല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ നിങ്ങൾ തമ്മിൽ കുറേ നേരമായാലും എന്തൊക്കെയോ വഴക്കുകളൊക്കെ പറഞ്ഞ് എന്താ ഈ പ്രശ്നം, നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പം ഉടനെ അനി പറയാണ്, അത് മുത്തശ്ശ, ഞാൻ നയനേടത്തിയുടെ വീട്ടിൽ പോയി, അതിനാണ് ഇവൾ ബഹളം വയ്ക്കുന്നതെന്ന് പറയാണ്. അതേ മുത്തശ്ശ, ഇവൻ നയനേടത്തിയുടെ വീട്ടിൽ പോയി, എന്തിനാ അവിടെ പോയത്? നയനേടത്തിയെ കാണാനോ? കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് ഇവൻ പോയി ചെന്നത്. എന്തിനാ ഫ്രൂട്ട്സ്? അവൻ നന്ദുവിനെ കാണാൻ വേണ്ടി ചെന്നതാ, ഒരു കൊട്ട ഫ്രൂട്ട്സുമായിട്ട് എന്ന് പറയുമ്പോൾ അനി പറയാം, നീ കാര്യമായി സംസാരിക്കരുതാ നാമികെ, ഞാൻ നന്ദുവിനെ കാണാൻ പോയതല്ല, നയനേടത്തിയെ കാണാൻ വേണ്ടി പോയതാന്ന് പറയും. നയനേടത്തി അവിടെ പോയി വെറുതെ നിൽക്കുന്നതല്ലേ, എന്തിനാ നീ തുടരെ കാണാൻ പോയത്? അത് നീയും നന്ദുവും തമ്മിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം നിനക്ക്, എന്നിട്ട് പിന്നെ നീ അവിടെ പോയത് ഒരു കാര്യമില്ലാതെ അല്ല, പിടിച്ചാൽ നിൽക്കുന്നില്ല നിനക്ക് അവളെ കാണാതെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, അനാമിയെ, നീ മുത്തശ്ശിയും നിൽക്കുന്നു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് കാരണം പോച്ചേനെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, അനി അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട, വീട്ടിൽ വരുന്ന പെൺകുട്ടികളെ അടിക്കുക എന്നുള്ളതൊന്നും നല്ല ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല, അതിനൊന്നും നീ തുനിയേം വേണ്ടാന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശി ഇതൊക്കെ കേട്ട പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എന്ന് പറയുമ്പം അനാമിക പറയാണ്, അതെ, ഇതൊക്കെ പറയാതിരിക്കാനും എനിക്ക് പറ്റില്ല. അപ്പം മുത്തശ്ശൻ പറയാം, അനാമിക മോളെ, നീ അകത്ത് കയറിപ്പോവും, ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, നന്ദുവിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞതല്ലേ, നന്ദു ഒരു മോശം കുട്ടിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അവളുടെ ചേച്ചിയല്ലേ നയന, അവൾ ഈ കുടുംബത്തിന് വേണ്ടി ഉപകാരമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ തന്നെ നന്ദു, അതുകൊണ്ട് അങ്ങനെയുള്ള വിചാരമൊന്നും എനിക്കില്ല, നീ അകത്തേക്ക് കയറിപ്പോന്ന് പറയണം. അങ്ങനെ അനാമിക അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ മുത്തശ്ശൻ അനിയോട് ചോദിക്കുകയാണ്, അനി നീ എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പം അനി പറയാണ്, അത് മുത്തശ്ശ, അവൾ പറയുന്ന കേട്ടില്ലേ, ഞാൻ നയനേടത്തിയെ കാണാൻ വേണ്ടി തന്നെ പോയതാ എന്ന് പറയാണ്. അതെന്താ നീ ഇപ്പം നയനേടത്തിയെ കാണാൻ വേണ്ടി പോയത് നല്ല കാര്യം തന്നെയാണ്, നീ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നയനമോൾക്ക്? ആരും ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ വെറുതെ ആ കുട്ടി അവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇങ്ങനൊരവസ്ഥയിൽ ഇപ്പം ഇവിടെ അടുക്കളയിൽ പോലും പാചകം ചെയ്യുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുക, അങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചിട്ട് നയന അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്ന സ്വഭാവമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഇയാളും കൂടെ പറയുകയും ചെയ്തു, നയനമോള് പോയപ്പം ഈ വീട് ഉറങ്ങിയതുപോലെയായി, മോളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഞാനത് ആദർശിനോട് പറയുകയും ചെയ്തു. അപ്പോൾ അവൻ പറയുന്നത്, അവൾ കുറച്ച് നാൾ അവിടെ നിൽക്കട്ടെ, മലയ്ക്ക് പോയിട്ടൊക്കെ വന്നിട്ടേ അവളെ കൊണ്ടുവരുന്നുള്ളൂ എന്നാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനി, ഇപ്പം നീയും നയനെ കാണാൻ പോയത്? പനി പറയാം, ഇല്ല മുത്തശ്ശ, ഒരു പ്രശ്നവുമില്ല, ഞാൻ വെറുതെ നയനേടത്തി അവിടെ ആയതുകൊണ്ട് കാണാൻ അല്ല, എല്ലാവരും എന്നിൽ നിന്നൊക്കെ എന്തോ മറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അനി പറയാണ്, മുത്തശ്ശ അങ്ങനൊന്നും അല്ല, നീ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടെ പോയി എന്താ, നയനയ്ക്ക് ഇനി എന്തെങ്കിലും വയ്യായികയാണോ? എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. എന്താ അവൾക്ക് കുഴപ്പം? ഒരു കുഴപ്പമില്ലെങ്കിൽ അവളങ്ങനെ വീട്ടിൽ പോയി നിൽക്കൊന്നുമില്ല, ദേവയാനി പറഞ്ഞു എന്ന് വെച്ചിട്ടൊന്നും. ഇവിടുത്തെ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ അവളെ ഇവിടെ തന്നെ കണ്ടേനെ. എന്താ മോക്ക് കുഴപ്പം? സത്യം പറ അനി നീ എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോൾ അനി ഉടനെ പറയാണ്, അത് മുത്തശ്ശ, ഞാൻ ഇവിടെ ഇപ്പോൾ ആരോടും പറയണ്ടെന്ന് ആദർശേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ വിവരങ്ങൾ അറിയാം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുക, എന്താ മോനെ അനി? അത് മുത്തശ്ശ, നയനേടത്തിക്ക് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയണേ, എന്താന്ന് പറ അനി? അത് നയനേടത്തിയാണ് വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത് എന്ന് പറയണേ. എന്താ പറഞ്ഞത്? അതെ, വല്യമ്മയ്ക്ക് കരൾ ഒരു പെൺകുട്ടി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് നയനേടത്തിയാണ്. നയനേടത്തിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആരോടും പറയാതിരുന്ന. പിന്നെ അത് തന്നെയല്ല, ആ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മ അത് സ്വീകരിക്കാനും തയ്യാറാവില്ല, അത്രയ്ക്ക് ദേഷ്യമാണല്ലോ നയനേടത്തിയോട്. പിന്നെ ഇവിടെയുള്ളവരെല്ലാം അറിഞ്ഞാൽ അത് വല്യമ്മയുടെ കാതുകളിലെത്തിക്കും, പിന്നെ അത് ഭയങ്കര പരദൂഷണവും പറച്ചിലും ഒക്കെ ആകും. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് വല്യമ്മ സുഖമാകുന്നവരെ ആരോടും ഇതൊന്നും പറയണ്ടെന്ന് ആദർശേട്ടനും എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്. അങ്ങനെ ഞാനും അച്ഛനും ഒക്കെ അറിഞ്ഞു എന്നേ ഉള്ളൂ, പിന്നെ മുത്തശ്ശനും വയ്യാതിരിക്കല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയണ്ടെന്ന് വെച്ചതാണ്.
അതുകൊണ്ട് തന്നെയാണ് നയനേടത്തിയുടെ അച്ഛനോടും ഈ വിവരമൊന്നും പറയാതിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് എന്ന് പറയാണ് കേട്ടോ. അതുപോലെ തന്നെ നയനേടത്തി ഇപ്പോൾ അവിടെ അതുകൊണ്ട് റെസ്റ്റിലാണെന്ന് പറയാം. എന്നിട്ട് മൂക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അനി എന്ന് ചോദിക്കുക മുത്തശ്ശി. അപ്പം അനി പറയാം, ഇല്ല കുഴപ്പമൊന്നുമില്ല, അവിടെ റെസ്റ്റിലാണ്, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അത് നന്നായി. ഏതായാലും ആ നയനയുടെ അമ്മയും അനിയത്തിയൊക്കെ ഉണ്ടല്ലോ, അവരവളെ നല്ലതായിട്ട് നോക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇടയിലേക്കല്ലേ ഈ വരുന്നത് എന്ന് പറയണം. അപ്പം അനി പറയാണ്, ശരിയാ മുത്തശ്ശ, അവിടെ നയനേടത്തിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആദർശേട്ടൻ പുതിയൊരു വീടൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് നയനേടത്തിക്ക്. കാരണം പഴയ വീട്ടിലെ സൗകര്യങ്ങളൊന്നും പോരല്ലോ, ഇവിടെ ജീവിക്കുന്ന പോലെ തന്നെ അവിടെയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കുറേയൊക്കെ കെയർ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആദർശേട്ടൻ ഒരു വീടൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. ആ അത് ശരിയാണ്, അതാണ് ജയൻ പറഞ്ഞത്. എനിക്ക് തോന്നി ഇതെന്താണ് ആർക്കാണെന്നൊക്കെ. നയനയ്ക്കാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് അനി. കാരണം അവരുടെ വീട്ടിനും അവരുടെ കുടുംബത്തിനും ഇങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ അല്ല അല്ലെങ്കിൽ തന്നെ മോൾ അവിടെയല്ലേ. അതുമല്ല ദേവയാനിക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യം ചെയ്യാനുള്ള മനസ്സ് ആ കുട്ടി കാണിച്ചില്ലേ. അപ്പോൾ അവളുടെ കാര്യങ്ങളിലെല്ലാം ആദർശ് ഇനി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്ന് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടോ നമുക്ക് നയനമോളെ ഒന്ന് പോയി കാണണ്ടേ, കാരണം അവൾ ഇത്രയും വലിയ കാര്യം ചെയ്തതാ. ഇവിടുത്തെ പരദൂഷണ കൂട്ടങ്ങളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അറിയേം വേണ്ട. ദേവയാനിക്ക് ഇപ്പോഴും അവളോട് ദേഷ്യമാണ്. പക്ഷേ നമ്മൾ അവളുടെ അടുത്ത് ചെന്നൊന്ന് കണ്ട് സംസാരിക്കണ്ടേ. ഇത് അറിഞ്ഞ സ്ഥിതിക്ക് മോൾ ഇത്രയും വയ്യാതെ കിടക്കുമ്പം നമ്മൾ പോകാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ മുത്തശ്ശിയും പറയാം, ശരിയാ, ഞാനത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. മോളെ ഒന്ന് ചെന്ന് കാണണം. ഈ അവസ്ഥയിൽ നമ്മളൊന്ന് ചെന്ന് കാണുമ്പം അവൾക്ക് അത്രയും ആശ്വാസമാകും. എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേട്ട് പാവം അനാമിക തന്നെ ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേഷ്യപ്പെടുകയൊന്നും വേണ്ടല്ലോ, നാളെ തന്നെ നമുക്ക് നയനമോളെ ഒന്ന് പോയി കാണാം എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കാറിൽ പോവാണ് കേട്ടോ നയനയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് ഇറങ്ങുകയാണ് മുത്തശ്ശൻ. അപ്പോഴേക്കും ഗോവിന്ദൻ വാതുക്കെ തന്നെയുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ആകപ്പാടെ ഒരു അങ്കലാപ്പാവുകയാണ് കേട്ടോ. ഇവരറിഞ്ഞോ വന്നോ എന്നൊക്കെയുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അറിയുമല്ലോ എന്നൊക്കെ വെച്ച് ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഗോവിന്ദൻ കനകയെ വിളിക്കുകയാണ്. അപ്പോൾ കനകയും വല്ലാത്തൊരു പരിഭ്രമത്തോടു കൂടി ചോദിക്കുക, ആഹാ മൂർത്തി സാറ് വന്നോ, അത് കയറി വാ എന്ന് പറയണം. അപ്പം മൂർത്തി പറയുന്നുണ്ട്, നയനമോൾ എവിടെ, അവൾ മുറിയിലുണ്ടല്ലോ എന്നിങ്ങനെ വെപ്രാളപ്പെട്ട് പറയുകയാണ് കേട്ടോ കനകം. അപ്പം ഉടനെ മുത്തശ്ശൻ പറയാണ്, അത് കനകം വെപ്രാളപ്പെടുകയൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളോട് ആദർശം നയനിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അതൊക്കെ അറിഞ്ഞു. എന്തായാലും മോളെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അവൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തത് വളരെ വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞേച്ച് അകത്തേക്ക് കയറി ചെല്ലാണ്. അപ്പം നയന ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ മയങ്ങി. അപ്പം നയന മോളെ എന്ന് വിളിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ പെട്ടെന്ന് നയന കണ്ണ് തുറന്ന് എണീക്കാൻ തുടങ്ങുക. അപ്പോൾ പറയുന്നുണ്ട്, ഈ വേണ്ട മോളെ എണീക്കേണ്ട, അവിടെ തന്നെ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ ഒരു വിവരം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. നീ ചെയ്തത് വളരെ വലിയ കാര്യമാണ്. നിന്നോട് ദേവയാനി എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തത്, എന്നിട്ടും നിനക്ക് ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സ് തോന്നിയല്ലോ. അപ്പോൾ നയന പറയാണ്, അത് മുത്തശ്ശ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ചെയ്യേണ്ടതല്ലേ, അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. അതേ മോളെ, നീ അത് ചെയ്തല്ലോ. ഞാൻ ഈ വിവരം ദേവയാനിയോട് പറയും എന്തായാലും. ഇപ്പോൾ അവളൊന്നും അറിഞ്ഞിട്ടില്ല, അറിയിക്കേണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ വിവരം അവളോട് പറയും. കാരണം അവൾ അറിയണം ഇത്. ഇപ്പോൾ നിന്നെ അവഗണിക്കുന്ന അവൾ നിൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാനുള്ള ഇട വരണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പം നയന പറയാണ്, അങ്ങനെയൊന്നും വേണ്ട മുത്തശ്ശ, ഇതൊന്നും അമ്മയെ അറിയിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയാം. അപ്പോഴും മുത്തശ്ശിയും പറയുന്നുണ്ട്, അതല്ല മോളെ, ഈ വിവരങ്ങൾ അവിടെയുള്ള അസൂയ കൂട്ടങ്ങളെല്ലാം അറിയണം. കാരണം അവരൊന്നും നിൻ്റെ മുമ്പിൽ ഒരു പുഴുവിൻ്റെ വില പോലും ഇല്ല അവർക്കാർക്കും. നീ ചെയ്തത് വളരെ വലിയ കാര്യം തന്നെയാണ് മോളെ. എന്നാലും ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, കുഴപ്പമൊന്നുമില്ല, വേദനയൊക്കെ കുറവുണ്ട് നന്നായിട്ട്. ഇപ്പം മനസ്സിന് ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട് നിങ്ങളെ കണ്ടപ്പോൾ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ശരി മോളെ, ഞങ്ങൾ പോവുകയാണെന്നാ. നിൻ്റെ കാര്യം എന്തായാലും നിന്നെ ദേവയാനി സ്നേഹിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഇനിയും നിന്നെ അവൾ ദ്രോഹിക്കാൻ ഇടയാവില്ല. അതിന് ഞാൻ അനുവദിക്കുകയില്ല മോളെ. നീ ചെയ്തത് വളരെ വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയോട് യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്